കായംകുളം ജോയിന്റ് RTO ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. CITU ജില്ലാ സെക്രട്ടറി P. ഗാനകുമാർ ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴ ജില്ലാ ഓട്ടോ ടാക്സി ടെമ്പോ വർക്കേഴ്സ് യൂണിയൻ CITU കായംകുളം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കായംകുളം ജോയിന്റ് RTO ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തിയത്. CITU ആലപ്പുഴ ജില്ലാ സെക്രട്ടറി P. ഗാനകുമാർ ഉദ്ഘാടനം ചെയ്തു. രാജ്യത്ത് എല്ലാ വിഭാഗം തൊഴിലാളികളെയും ബാധിക്കുന്ന കടുത്ത തൊഴിലാളി ദ്രോഹ നിലപാട് സ്വീകരിക്കുന്നത് പോലെ മോട്ടോർ തൊഴിലാളികളെ പട്ടിണിയിലാക്കുന്ന നിലപാടാണ് രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റ് സ്വീകരിക്കുന്നത്. നിയന്ത്രണവുമില്ലാതെ അടിക്കടി വർദ്ധിപ്പിക്കുന്ന പെട്രോൾ, ഡീസൽ, സ്പെയർ പാർട്സ് വിലവർധനയും ഇൻഷുറൻസ് ടാക്സ് വർധനയും തൊഴിലാളികളെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്നു. നിയമവിധേയമല്ലാത്ത രീതിയിൽ പ്രവർത്തിക്കുന്ന ഊബർ, ഓല തുടങ്ങിയ ഓൺലൈൻ ടാക്സി സംവിധാനങ്ങളും തൊഴിൽ മേഖലയെ സാരമായി ബാധിക്കുന്നു. ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് ഓട്ടോ ടാക്സി സ്റ്റാൻഡുകൾ ഉടൻ പുനഃസ്ഥാപിക്കുക. ഓട്ടോയും ടാക്സിയും കച്ചവട സ്ഥാപനങ്ങൾക്കരികിലും ഫുട്പാത്തിനോട് ചേർന്നും യാത്രക്കാരുടെ ആവശ്യപ്രകാരം നിർത്തിയാൽ പോലീസ് കേസെടുത്തും ഫൈൻ ഈടാക്കിയും തൊഴിലാളികളെ ദ്രോഹിക്കുന്ന നടപടികൾ അവസാനിപ്പിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ചും ധർണയും നടത്തിയത്. വർദ്ധിപ്പിച്ച ഇന്ധനവില പിൻവലിക്കണം. അതോടൊപ്പം തന്നെ രാജ്യത്തെ മോട്ടോർ തൊഴിലാളികൾക്ക് ക്ഷേമ പദ്ധതി പ്രഖ്യാപിക്കുക, കോർപ്പറേറ്റുവൽക്കരണം അവസാനിപ്പിക്കുക തുടങ്ങിയ വളരെ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് തൊഴിലാളികൾ സമരം ചെയ്യുന്നത്. ഇന്ന് ഈ ഭാഗത്ത് പണിയെടുക്കുന്ന തൊഴിലാളികളുടെ അവസരങ്ങൾ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുന്നതിന് വേണ്ടി ഈ വരുന്ന മാർച്ച് 24-ാം തീയതി പാർലമെന്റിലേക്ക് നടത്തുന്ന സമരത്തിന്റെ പ്രചരണാർത്ഥം ആലപ്പുഴ ജില്ലയിൽ ഇത് തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാർ ഓഫീസുകൾക്ക് മുന്നിൽ സമരം സംഘടിപ്പിച്ചിരിക്കുകയാണ്. CITU ജില്ലാ ജോയിന്റ് സെക്രട്ടറി G. ശ്രീനിവാസൻ, CITU ഏരിയ സെക്രട്ടറി KP മോഹൻദാസ്, യൂണിയൻ വൈസ് പ്രസിഡന്റ് S. നസീം, യൂണിയൻ ജില്ലാ കമ്മിറ്റി അംഗം മണിയപ്പൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കായംകുളം.